ദമ്പതികളുടെ ദുരിതവും അരിഷ്ടതകളും മാറി ശാന്തിയും സമാധാനവും ലഭിക്കാനായിട്ട് ചെയ്യാവുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദമ്പതികളിൽ ഒരാൾക്കോ അല്ലെങ്കിൽ 2 പേർക്കോ ഉണ്ടാവുന്ന ദോഷങ്ങൾ അരിഷ്ടതകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. ദമ്പതി രൂപം, ആൾരൂപമല്ല, ആൾരൂപം ഒരാളുടെ അങ്ങനെയാണല്ലോ വരിക. ഇത് ദമ്പതി രൂപം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജാ കടകളിൽ നിന്നിട്ട് പൂജാ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ആ ദമ്പതി രൂപം ഒപ്പം തന്നെ മഞ്ഞ പട്ടും വാങ്ങിക്കാം. പിന്നീട് ഇതോടൊപ്പം നമ്മൾ ഒരു 101 രൂപ കയ്യിൽ എടുക്കുക. അതായത് 101 രൂപയും ദമ്പതി രൂപവും കയ്യിലെടുത്ത് ദമ്പതികൾ 2 പേരും ഒഴിഞ്ഞതിന് ശേഷം മഞ്ഞപ്പട്ടിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഉള്ളിൽ ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ നടയിൽ തന്നെ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്നായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് എത്ര നേരം ഗുരുവായൂർ നടക്കൽ ലഭിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതിനാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ദമ്പതി രൂപം സമർപ്പിച്ച് ഭഗവാനെ തൊഴുത് ബാക്കി ഉപദേവതകളൊക്കെ തൊഴുത് പുറത്ത് കടന്നതിന് ശേഷം പുറത്തുള്ള ഭഗവാന്റെ നടയിലേക്ക്, അതായത് പുറത്ത് നിന്ന് ഭഗവാന്റെ നടയിലേക്ക് നോക്കി നമുക്ക് കുറച്ചധികം നേരം നിന്ന് പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വഴിപാട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പാൽപ്പായസം വഴിപാട് ചെയ്യണം. ബാക്കിയുള്ള വഴിപാടുകൾ നമുക്ക് സാധിക്കുന്ന വഴിപാട് ചെയ്താൽ മതി. പാൽപ്പായസം വഴിപാട് എന്തായാലും ഇതോടൊപ്പം ചെയ്യണം. പ്രസാദം വാങ്ങി മടങ്ങാം. ക്ഷേത്രത്തിൽ കുറച്ചധികം സമയം ചിലവിട്ട് തിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ദമ്പതികൾക്ക് ഏറെ ഗുണകരമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക, അരിഷ്ടതകളും ബുദ്ധിമുട്ടും മാറാനായിട്ട്.